മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവാക്യം. എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്യുന്നുവല്ലോ. അങ്ങ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ പോലും ഈ ലോകത്തിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് മാത്രമാണ് അധികാരമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നു. ദൈവമേ, എന്റെ ജീവിതത്തിൽ അങ്ങ് വർഷിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും കൃപയും സൗഖ്യവും അങ്ങേക്ക് എന്റെ മേലുള്ള അധികാരമാണ് സ്ഥാപിക്കുക എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നല്ല ദൈവമേ എന്നെയും അനുഗ്രഹിക്കണമേ. ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൗസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി